നമസ്കാരം. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ മറുനാടൻ ഷാജൻ കുറച്ച് ദിവസമായിട്ട് യൂബർ, ഓല തുടങ്ങിയിട്ടുള്ള കോർപ്പറേറ്റ് ടാക്സി സർവീസുകളെ വെള്ളപൂശുന്ന ഒരു നിലപാടിലുള്ള ചില വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മറുനാടൻ ഷാജനോട് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തനിക്ക് ഇഷ്ടപ്പെട്ട കോർപ്പറേറ്റുകളെ വെള്ളപൂശുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല, കിട്ടുന്നത് വാങ്ങിയെടുത്തോ. പക്ഷെ താൻ എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങൾ വീട്ടിലിരിക്കേണ്ടി വരുന്ന കേരളത്തിലെ ടാക്സി ഡ്രൈവർമാരോട് പറയുന്നത്? അത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ യൂബർ എന്ന് പറയുന്ന സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മറുനാടൻ ഷാജൻ പഠിച്ചിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. കാരണം മറുനാടൻ ഷാജനെ പോലുള്ള കോർപ്പറേറ്റ് കുത്തകകളുടെ മൂട് താങ്ങിക്ക് ഇതുപോലുള്ള സംവിധാനങ്ങളിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങി നക്കിയിട്ട് ഇത്തരം കഥകൾ പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം നിലനിൽപ്പിൻ്റെ ഭാഗമാണല്ലോ. യൂബർ എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് കമ്പനി മാത്രമല്ല, അത് ഭയങ്കരമായി ചൂഷണം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ്. ഇനി അതിൻ്റെ ചൂഷണം എങ്ങനെയാണ് അതിൻ്റെ ചൂഷണം എന്നുള്ളത് പറഞ്ഞുതരാം. ജനങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ യൂബർ നല്ലൊരു സംവിധാനമാണ് അല്ല ഞാൻ പറയുന്നില്ല. യൂബർ മാതൃകയാക്കണം. ബട്ട് യൂബറിലെ തൊഴിലാളികൾ, യൂബർ കണ്ടിട്ട് വണ്ടി എടുത്ത ആയിരക്കണക്കിന് ആൾക്കാർ, നിങ്ങൾ കർണാടകയിലേക്കോ പിന്നെ തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ പിന്നൊക്കെ വാ, നിങ്ങൾ വാ. യൂബർ എന്ന് പറയുന്ന സാധനം കണ്ട് വണ്ടി എടുത്ത ആയിരക്കണക്കിന് ആൾക്കാർ തിരിച്ചടയ്ക്കാൻ പൈസ ഇല്ലാതെ ജീവിതം വഴിമുട്ടിപ്പോയ ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയോ, ഒരു 80,000 വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി, എൻ്റെ അഭിപ്രായത്തിൽ ഈ എവറസ്റ്റ് ഫ്ലീറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലീറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ കസ്റ്റഡിയിൽ 80,000 വണ്ടികളാണ് ഒരുമിച്ച് വന്നത് ബാംഗ്ലൂർ നഗരത്തിലേക്ക്, അല്ലെങ്കിൽ എവറസ്റ്റ് വാങ്ങിക്കൊണ്ടുവന്നത്. അതിൻ്റെ സബ് വെണ്ടേഴ്സായിട്ട് പിന്നെ നിരവധി ആളുകളെ ഇവർ റിക്രൂട്ട് ചെയ്തു. അതിലേക്ക് ഡ്രൈവർമാരെ റിക്രൂട്ട് ചെയ്തു. ഈ ഡ്രൈവർമാരെ രാത്രിയും പകലുമില്ലാതെ ഓടിച്ചു. ഇവർ ഓടി മടുത്തു. എന്ത് ഒന്നുമില്ല. കാരണം ഇവർ വണ്ടി വാടകയ്ക്ക് കൊടുക്കും. ഒരു വണ്ടി ഇവർ വാടകയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഇവർ ഇത്ര രൂപ എന്ന് പറയും, ഡെയിലി ഇത്ര രൂപ റെൻ്റ് എന്ന് പറയും. ഇവരോട് അഡ്വാൻസ് മേടിക്കും, വണ്ടി വാടകയ്ക്ക് കൊടുക്കും. പാവപ്പെട്ട ഡ്രൈവർ ഊബർ ഓടിയാൽ നല്ലതല്ലേ, കമ്മീഷനല്ലേ എന്ന് വിചാരിച്ച് വണ്ടി ഓടാൻ തുടങ്ങും. വണ്ടി ഓടിക്കഴിയുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുക. CNG വണ്ടികളാണ്. 750 രൂപയ്ക്ക് CNG അടിച്ചാൽ 2,500 രൂപയ്ക്ക് ഓടാം. ഓക്കെ, വണ്ടിയുടെ വാടക ആദ്യ ദിനം കൊടുത്തു. പിന്നെ ഇവർ തരുന്ന ഓട്ടവും ഇവർ തരുന്ന പിന്നെ റൂൾസ്, ഇവർ തരുന്ന റെഗുലേഷൻസ്, ഇവർ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ, ഇവർ ഇത്ര ട്രിപ്പ് ടാർഗറ്റ്, ഇവർ തരുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമ്മൾ ചെയ്ത് പോവാണ്. എന്താണ് നമുക്ക് കിട്ടുന്നത്? ഈ അധ്വാനിക്കുന്നതിന് കൂലിയോ ഒരിക്കലും ഒരു ഡ്രൈവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. യൂബറിനെ വെള്ളം പൂശുന്ന മറുനാടൻ ഷാജന് ഇതിനെക്കുറിച്ച് അറിയുമോ? ഈ മറുനാടൻ ഷാജ, യൂബർ ഒരു സംവിധാനമാണ്, ശരിയാ. എന്താണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൻ്റെ സ്വഭാവങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഇൻ്റർനെറ്റ്, സാറ്റലൈറ്റ് സംവിധാനങ്ങൾ, ഇതിനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യൂബർ പോലുള്ളൊരു പ്രസ്ഥാനം നല്ലതാണ്. അത് ഇത്തരം ഒരു കോർപ്പറേറ്റിന് ചൂഷണം ചെയ്യാനുള്ളൊരു പ്രസ്ഥാനമാക്കി കൊടുക്കുന്നതിനോട് മറുനാടൻ ഷാജൻ ഇതിനു വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂബർ എന്ന് പറയുന്ന കമ്പനിയെ കേരളത്തിൽ താൻ പ്രൊവൈഡ് ചെയ്യുന്നു. മാത്രമല്ല, അവരുടെ പരസ്യമേഖല താൻ ഏറ്റെടുത്തിരിക്കുന്നു. താൻ യൂബറിന് വേണ്ടിയിട്ട് മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്ന യൂബറിൻ്റെ കയ്യിൽ നിന്ന് താൻ നക്കാപ്പിച്ച വാങ്ങിയിട്ടാണ് സംസാരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് എറണാകുളം പിന്നെ എടവണ്ണപ്പാറ, അരീക്കോട് എടവണ്ണപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ 25 വണ്ടി വെണ്ടറായിട്ട് 25 വണ്ടി ഇവിടെ ഓടി 25 വണ്ടിക്കും മാസത്തിൽ കൊടുക്കാനുള്ള പൈസ കൊടുക്കാൻ പറ്റാതെ വന്ന സമയത്ത് ഡ്രൈവർമാർക്കുള്ള കൂലി പോലും കൊടുക്കാതെ വണ്ടി വരെ ഉപേക്ഷിച്ച് നാട് വിട്ടു. ഈ ഡ്രൈവർമാരുടെ ലൈസൻസും കൊണ്ടാവും പോയത്. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞു, ഒരു രക്ഷയില്ല. എന്ത് രാത്രി. അപ്പോൾ പോലീസ് എന്താ പറഞ്ഞതെന്നറിയോ? യൂബർ പിന്നെ ആൾ പോയില്ലേ, നിങ്ങൾക്ക് വണ്ടി തന്ന ആൾ നിങ്ങൾക്ക് വണ്ടി തന്നില്ലേ, നിങ്ങൾ ഓടിക്കോ എന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല. രാത്രിക്ക് രാത്രി എല്ലാവരും വണ്ടിയും കാണാതായി. മനസ്സിലായോ?
നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് വെള്ളം പൂശുന്നത്? കേരളത്തിലെ ചെറുപ്പക്കാരനെ ഇപ്പം മാന്യമായിട്ട് ടാക്സി ഓടിക്കുന്നതിന് ഒരു ബഹുമാനമുണ്ട്. ടാക്സിക്കാരത്ര നല്ലവരൊന്നല്ല, ബട്ട് അതിനൊരു സർക്കാർ സംവിധാനം ഉണ്ട്. ടാക്സി രജിസ്റ്റർ ചെയ്യാനും ടാക്സി നിൽക്കുന്ന സ്ഥലം കണ്ടെത്താനും ടാക്സിക്ക് കയറാനും അത് നിങ്ങൾ യൂബറിൻ്റെ ചാർജ് നിങ്ങളെടുത്തോ. ഇനി യൂബറിൻ്റെ കമ്മീഷൻ, യൂബറിൻ്റെ നിബന്ധനയിൽ യൂബറിൻ്റെ കമ്മീഷൻ ചെറിയ കമ്മീഷനൊന്നുമല്ല. ഓരോ ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ ഡ്രൈവർക്ക് മിക്കവാറും ഇവിടെ യൂബർ വന്നു കഴിഞ്ഞാൽ മിക്കവാറും വണ്ടികളൊക്കെ യൂബറിൻ്റെ ഈ പിന്നെ എവറസ്റ്റ് ഫ്ലീറ്റ് പോലുള്ള വലിയ ഫ്ലീറ്റിൻ്റെ അടുത്തായിരിക്കും വണ്ടികൾ. അവർ വരുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള സ്വന്തം വണ്ടിയുള്ള ആൾക്കാരെ രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കും. പക്ഷേ ഇവന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇവൻ പോകും. കാരണം ഈ എവറസ്റ്റ് ഫ്ലീറ്റ് പോലുള്ള ഫ്ലീറ്റുകൾ വരുമ്പോൾ 5000-10000 വണ്ടികളായിട്ട് ഒരുമിച്ചാണ് വരിക. പിന്നെ ഈ ഓട്ടം കൊടുക്കുന്നത് യൂബർ കമ്പനിയാണ്. അവർ ഇതിന് ഡയമണ്ട് ഗ്രേഡ്, മറ്റേ ഗ്രേഡ്, മറിച്ച ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അല്ലാതെ ഗ്രേഡൊക്കെ വെറുതെ പറയുന്ന എവറസ്റ്റ് ഫ്ലീറ്റിനോടുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഓട്ടം കിട്ടൂ. അതേപോലെ വെണ്ടർമാർ കൊണ്ടു നടക്കുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഓട്ടം കിട്ടൂ. മനസ്സിലായോ? നിങ്ങൾ എന്താ പറയുന്നത്? ഈ ഇത് ചെറിയ ഗെയിമാണെന്നോ? ഈ യൂബർ പോലെ ചെറിയ ഗെയിമൊന്നുമല്ല. കേരളത്തിലല്ല, ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾക്കും ആളുകൾ നോക്കുന്ന സമയത്ത് ഓക്കെ, നല്ല യാത്രയാണ്, കറക്റ്റ് സമയത്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, പൈസ കുറവാണ്. പക്ഷെ അതിൽ ഇവരെ എത്തിച്ചു കൊടുക്കുന്ന ഈ യന്ത്രം പിന്നെ വായിപ്പിക്കുന്ന ഇവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കട്ട പുകയാണ്. ഒരു ടാക്സി ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം അവൻ കൊണ്ട് നടക്കുന്നത്. ഒരു കാർ ഓടിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു കാർ സ്വന്തമായിട്ട് വാങ്ങിയിട്ട് ആ കാർ മെയിൻറ്റെയിൻ ചെയ്തവൻ ടാക്സി ആയിട്ട് ഓടിക്കൊണ്ട് നടക്കുന്നിടത്തോളം എന്ന് പറഞ്ഞാൽ അതവൻ്റെ ജീവിതമാണ്. അവന് റെസ്പെക്റ്റ് കിട്ടണം, അവന് ബഹുമാനം കിട്ടണം, ബഹുമാനം കൊടുക്കണം. നിൻ്റെയൊക്കെ കൂതി അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് നീയൊക്കെ പറയുന്ന സ്ഥലത്ത് കൊണ്ട് ഇറക്കി തരുന്നുണ്ടെങ്കിലേ അവൻ്റെ മുമ്പിൽ ഇരിക്കുന്നവൻ്റെ കയ്യിലാണ് നിൻ്റെയൊക്കെ ജീവിതം. അപ്പം നീ തൽക്കാലം കുറച്ച് നിൻ്റെ കൂതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നീ ബഹുമാനം കൊടുക്കണം. അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് യൂബറിൽ കയറുന്ന ഏതെങ്കിലും ഒരാൾ ഡ്രൈവറെ മാന്യമായിട്ട് 236.50 എന്ന് പറഞ്ഞാൽ 240 കൊടുക്കുന്ന ഒരു ചരിത്രം ഇന്നുവരില്ല. ഏതെങ്കിലും ഡ്രൈവർ പറയട്ടെ, ഈ എവറസ്റ്റ് ഫ്ലീറ്റ് ആണെങ്കിലും ശരി, ഈ പറയുന്ന ഏത് യൂബറിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏത് ഫ്ലീറ്റുകാരും ഇവർ പരിപൂർണമായിട്ടും ഡ്രൈവർമാരെ ചൂഷണം ചെയ്യുക. ഇന്ന് നിങ്ങൾ OLX എടുത്തു നോക്ക്, വാണ്ടഡ് ഡ്രൈവേഴ്സ് 100 കണക്കിന് പരസ്യം കാണാം, എല്ലാം ഈ എവറസ്റ്റ് ഫ്ലീറ്റിൻ്റെ. അതേപോലെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്ക്, വാണ്ടഡ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞ് കാണാം. ഇതൊക്കെ ഇവരുടെ അണ്ടറുള്ള സബ് ഫ്ലീറ്റുകളാണ്. സ്വതന്ത്രമായിട്ട് 1-2 വണ്ടി എവറസ്റ്റ് ഫ്ലീറ്റ് ഓടിക്കുന്നവനോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി. കേരളത്തിലത് ഓക്കെയാണ്, കാരണം ക്ലച്ച് പിടിച്ചിട്ടില്ല ഇതുവരെ. ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ടാക്സി ഡ്രൈവർമാർ ജാഗ്രത, ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ പട്ടിക്കുള്ള വിലവും ടാക്സിക്ക് ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഏറ്റവും പുതിയ വണ്ടികൾ മാത്രമേ യൂബർ രജിസ്റ്റർ ചെയ്യുള്ളൂ, അത് അവർ ഇറക്കും വണ്ടി. അപ്പോൾ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? ഈ മറുനാടൻ ഷാജൻ എന്ന് പറയുന്ന അവന് പിന്നെ മറ്റേ സാധനം തിന്നുന്നവൻ, അപ്പോൾ മറ്റേ സാധനം തിന്നിട്ടാണ് ഈ വർത്താനം പറയുന്നത്. അവനിത് തിന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ഇവനെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇവന് ഇഷ്ടമല്ലാത്ത ആളുകളെ ഇവൻ പിന്നെ നശിപ്പിക്കും. പക്ഷേ ഇവനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഇവൻ അവർക്ക് വേണ്ടി എന്തും ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ യൂബറിന് വേണ്ടി മലയാളികൾ, പ്രബുദ്ധരായ മലയാളികൾ കേൾക്കണം. ഇത് ഈ കോർപ്പറേറ്റ് കമ്പനി വന്നാൽ അതിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളിക്ക് യാതൊരു റെസ്പെക്റ്റും ഇല്ല, അവന് മര്യാദയ്ക്ക് ശമ്പളം ഉണ്ടാവില്ല. മാത്രമല്ല 3-4 മാസം ഓടിക്കഴിഞ്ഞാൽ ശരീരം മെലിഞ്ഞ് ഉണങ്ങി വരണ്ട് ഇവനെ പരമാവധി ബൂസ്റ്റ് ചെയ്തിട്ട് ഇവർ തട്ടും. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഇവൻ്റെ വണ്ടിക്ക് ഓട്ടം കൊടുക്കില്ല. ഇതാണ് യൂബർ എന്ന് പറയുന്ന കമ്പനി, ഇതാണ് ഓല എന്ന് പറയുന്ന കമ്പനി. മനസ്സിലായോ? ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഈ യൂബർ പോലെയൊക്കെ റാപ്പിഡൊക്കെ പോലെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുക. സഹകരണ സ്ഥാപനങ്ങളുടെ അണ്ടറിൽ, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ടാക്സി ഡ്രൈവേഴ്സ്, നിങ്ങൾ കേരളത്തിലുള്ള ടാക്സി ഡ്രൈവേഴ്സ് ഒരാൾ 10 രൂപ വീതം ഇട്ടാൽ ഒരു ആപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഒരാൾ 50 രൂപ വീതം ഇട്ടാൽ നിങ്ങൾക്കൊരു ഓഫീസ് ഉണ്ടാക്കാനും അതിൽ സ്റ്റാഫിന് ഒരാൾ നിങ്ങൾ മാസം 50 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു വലിയ ഓഫീസും ആപ്ലിക്കേഷനും സെർവറും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കാനും നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം സ്വന്തമായിട്ട് ഉണ്ടാക്കാനും ഈ യൂബറിൻ്റെ അതേ റേഞ്ചിൽ നിങ്ങൾക്ക് ഓടാനും പറ്റും. ഇതിപ്പോൾ എന്താ ഈ ടാക്സി ഡ്രൈവർമാർ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു പ്രദേശത്ത് ഓടുന്ന ആൾക്കാർക്ക് പോയിട്ട് റിട്ടേൺ തിരിച്ചു വരണം. യൂബർ അങ്ങനെയല്ല. യൂബർ ഒരു സ്ഥലത്ത് നിന്ന് ഓടിക്കഴിഞ്ഞാൽ മറ്റു സ്ഥലം,
അവിടെ ചെന്നാൽ അവിടെ നിന്നാൽ അവിടുന്ന് അടുത്ത സ്ഥലം. തിരിച്ച് നമുക്ക് തിരിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തിരിച്ച് നമ്മളെ ലാൻഡ് മാർക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ് മാർക്കിലേക്കുള്ള ഓട്ടം തന്ന് നമ്മളെ ലാൻഡ് മാർക്കിലേക്ക്. ഇതേ സെയിം സംഗതി നിങ്ങൾക്ക് ടാക്സി ഡ്രൈവർമാർക്കും ചെയ്യാം. അപ്പം മറുനാണ് ഷാജ, ഈ പാവപ്പെട്ട ഡ്രൈവർമാർ ഇതൊന്നും പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ മൊത്തം വണ്ടി ഓടിച്ച് കാർ ഓടിച്ച് കറങ്ങിയിട്ടുള്ള സകല ടാക്സി സംവിധാനങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് അറിയുന്ന കമ്പ്യൂട്ടറിൽ ഇത് എങ്ങനെയാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ് 25 വർഷക്കാലം വണ്ടി ഓടിച്ച് നിന്ന് കമ്പ്യൂട്ടർ ചുമന്നുകൊണ്ട് നടന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ ഭൂമിയിലുണ്ട്. അതുകൊണ്ട് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. ഡ്രൈവർമാരൊന്നും എനിക്ക് ഇഷ്ടമല്ല, അത് വേണ്ട, ടാക്സി ഡ്രൈവർമാർ വേണ്ട, പോട്ടെ വിട്. ടാക്സി ഡ്രൈവർമാരെ എനിക്കും ഇഷ്ടമല്ല കേരളത്തിൽ. ബട്ട് യൂബറിനെ പോലെ നീ അംഗീകരിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങൾ മലയാളികൾ വെറും ഊമ്പന്മാരല്ല എന്ന് മാത്രം പറഞ്ഞിട്ട് നിർത്തണം.